ഈ ജാക്ലിൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താ? May God protect. മേ ഗോഡ് പ്രൊട്ടക്ട് യു. ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ. ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ചർച്ച് ഇതായിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം കിട്ടി. എല്ലാത്തിലും കിട്ടിയിട്ടില്ല. സെക്ഷനിലൊക്കെ മത്സരിച്ച് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ മത്സരിക്കും. അതിനും വീട്ടിൽ ആരെങ്കിലും മത്സരിക്കാറുണ്ടോ? അമ്മ, ചേച്ചി? വലുതായിട്ടില്ല. അവരാരും മത്സരിക്കാറില്ല. ചർച്ച് ഇതില് ഇതൊക്കെ ചർച്ചിലും സെക്ഷനിലൊക്കെ മത്സരിക്കാറുണ്ട്. ആരാണ് ഒരു പ്രോത്സാഹനം തന്ന് വന്ന് മത്സരിക്കാൻ? ജോളി ആന്റി ആണ് എല്ലാത്തിന്റെ കാരണം അല്ലേ? തീ അയക്കും എന്ന് യഹോവ പറഞ്ഞിരിക്കുന്ന ദേശം ഏത്? ഓപ്ഷൻ എ മോവാബ്, ഓപ്ഷൻ ബി ഗിലെയാദ്, ഓപ്ഷൻ സി കർമേൽ, ഓപ്ഷൻ ഡി ദമ്മശേക്ക്. എങ്ങോട്ട് തീ അയക്കും എന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സമ്മാനത്തുകയിൽ നിന്ന് പഴയ സേഫ് സോണിലേക്ക് മടങ്ങി പോകേണ്ടിയും വന്നേക്കാം. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മത്സരാർത്ഥികൾ നിരന്തരമായി ബൈബിൾ വായിക്കുകയും പ്രത്യേകിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദിഷ്ട പുസ്തകങ്ങളിലെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഓരോ പുസ്തകങ്ങളും പഠിക്കാനും അറിവ് പ്രാപിക്കാനും ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചും നിശ്ചയമുള്ളവരായിത്തീരാൻ, അതിലുറച്ചു നിൽപ്പാനും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എപ്പിസോഡിലെ ഒരു കൊച്ചതിഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വയമായിട്ട് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എന്റെ പേര് ജാക്വലിൻ ജോണി. ജാക്വലിൻ ജോണി. ഈ ജാക്വലിൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താ? May God protect. മേ ഗോഡ് പ്രൊട്ടക്ട് യു. ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ. ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, മമ്മി, ഞാൻ, ചേച്ചി. ചേച്ചിയുണ്ട്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഇപ്പം BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ. BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ. എവിടെ പഠിക്കുന്നത്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. 8ാം ക്ലാസ്സിലൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നോ? മാർക്കൊക്കെ ഫുൾ A+ ഉണ്ടായിരുന്നു? മിടുക്കി കുട്ടിയാണ്. ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ചർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം കിട്ടി? എല്ലാത്തിലും ഇല്ല. ഈ നിങ്ങൾക്ക് ഈ
സെന്റർ എന്നാണോ പറയുന്നത്? സെക്ഷൻ. സെക്ഷനിലൊക്കെ മത്സരിച്ച് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഉം. ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ മത്സരിക്കും. ഈ 5 പുസ്തകവും വായിച്ചോ? ഒരു പ്രാവശ്യമെങ്കിലും? അത് വായിച്ചെന്ന് പറയുമ്പോ ഒരു വായിച്ചിട്ടില്ലാത്തതുപോലെ തോന്നൽ എനിക്കുണ്ട്. വായിച്ചു? ഉറപ്പാണ് ഉത്തരം പറയും? അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ലെന്നാണോ? ഉത്തരം പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു മറ്റൊരു പെൺകുട്ടിയാണ് ഇതുപോലെ തന്നെ ബൈബിൾ ക്വിസിൽ ഇതിനു മുമ്പ് 9ാം ക്ലാസ്സുകാരിയാണ് വന്ന് പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കും വന്ന് പങ്കെടുക്കാനും ഉത്തരം പറയാനും സമ്മാനം നേടാനും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടേത്. അപ്പോൾ ഏതായാലും ജാക്വലിൻ ഒരു സമ്മാനം ഉറപ്പായിട്ടും ഇന്നിവിടെ ഒന്ന് കൊണ്ടുപോകും. ഉറപ്പല്ലേ? ഉറപ്പില്ല? അങ്ങനെയൊന്നും പറയുന്നില്ലല്ലേ? അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഓക്കെ, സ്ക്രീനിൽ ശ്രദ്ധിക്കുക. മുഴുവൻ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ റൗണ്ടിൽ 6 ചോദ്യങ്ങൾ. 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോൺ. രണ്ടാമത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. അടുത്ത റൗണ്ടിൽ 4 ചോദ്യങ്ങൾ, അത് അവസാനിക്കുമ്പോൾ 7000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ 10000 രൂപയുടെ 15ാമത്തെ ബമ്പർ ചോദ്യം. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 10000 രൂപയുടെ സമ്മാനമായിട്ട് തിരിച്ചു പോകും. ഇനി അഥവാ ഒരു 4000 രൂപ സമ്മാനം കിട്ടിയെന്നിരിക്കട്ടെ, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി ഒരു അൽഫാം സെന്ററിൽ പോയി കുറച്ച് കുഴിമന്തി കഴിക്കും, അങ്ങനെയാണോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത്രയും വരെ പോവോ നോക്കാല്ലേ? നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. 777 സംവത്സരം ജീവിച്ചിരുന്നത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ആദം, ഓപ്ഷൻ ബി ഏനോഷ്, ഓപ്ഷൻ സി ലാമേക്, ഓപ്ഷൻ ഡി മെതുശലേഹ്. ഇതിൽ 777 സംവത്സരം ജീവിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻ സി ലാമേക്. ഓപ്ഷൻ സി ലാമേക്. ഉത്തരം ഉറപ്പിക്കാം? ലാമേക് ആയിരിക്കും അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ലാമേക് എന്ന ഉത്തരം ശരിയാണോ? ലാമേക് ഉത്തരം ശരിയാണ്. നല്ല തുടക്കം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഏകദേശം ബൈബിൾ ക്വിസ് പുസ്തകം വായിച്ചോ? ഇല്ല, ബൈബിൾ മാത്രമേ വായിച്ചുള്ളൂ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് സംഖ്യയും പേരും വയസ്സും ഒക്കെ ഓർത്തിരുന്നതാണോ? ഓർമ്മയുണ്ട്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. ആമോസ് പുസ്തകത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 9. എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ ഡി 9. ഓപ്ഷൻ ഡി 9 അധ്യായങ്ങൾ. സംശയമില്ല. ഓക്കെ, ഓപ്ഷൻ ഡി 9 എന്ന ഉത്തരം ശരിയാണോ? 9. ആ ഉത്തരവും ശരിയാണ്. അപ്പം ആമോസിന്റെ പുസ്തകം അധ്യായമെങ്കിലും കൃത്യമായിട്ട് എണ്ണി നോക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം. ആകാശത്തിലെ പറവകൾ ചെയ്യുന്നില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിതയ്ക്കുന്നില്ല, ഓപ്ഷൻ ഡി അധ്വാനിക്കുന്നില്ല, ഓപ്ഷൻ സി കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, ഓപ്ഷൻ സി കൊയ്യുന്നില്ല. ആ ഗ്രൂപ്പിൽ പെടാത്ത ഒന്ന്. ഓപ്ഷൻ ബി അധ്വാനിക്കുന്നില്ല. ഓപ്ഷൻ ബി അധ്വാനിക്കുന്നില്ല. ഇത്തരം നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. അപ്പൊ പിന്നെ അധ്വാനിക്കണ്ടല്ലോ. അതിന്റെ അർത്ഥം അതല്ലേ? വിതയ്ക്കുന്നില്ലെങ്കിൽ അധ്വാനിക്കുന്നില്ല, കൊയ്യുന്നില്ലെങ്കിൽ അധ്വാനിക്കുന്നില്ല. തെറ്റിപ്പോയോ? ഇല്ല, ഉറപ്പാണ്. ഓക്കെ, ഓപ്ഷൻ ബി അധ്വാനിക്കുന്നില്ല എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. ഓക്കെ, ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. ശൗലിന്റെ പുത്രന്മാരെ കൊന്നത് ആരാണ്? ഓപ്ഷൻ എ ഫെലിസ്ത്യർ, ഓപ്ഷൻ ബി അമോര്യർ, ഓപ്ഷൻ സി അസ്തോദ്യർ, ഓപ്ഷൻ ഡി എക്രോന്യർ. ആരാണ് ശൗലിന്റെ പുത്രന്മാരെ കൊന്നത്? ഓപ്ഷൻ എ ഫെലിസ്ത്യർ. ഓപ്ഷൻ എ ഫെലിസ്ത്യർ. ഉത്തരം ഉറപ്പിക്കുന്നു? സംശയം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്നാ നോക്കാം. ഓപ്ഷൻ എ ഫെലിസ്ത്യർ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വേഗത്തിൽ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. ഇസ്സാഖാറിന്റെ മാതാവ് ആരാണ്? ഓപ്ഷൻ എ ബിൽഹ, ഓപ്ഷൻ ബി ശിൽപ,
ഓപ്ഷൻ സി ലേയ, ഓപ്ഷൻ ഡി റാഹേൽ. ഇതിൽ ഇസ്സാഖാറിന്റെ മാതാവ് ആരാണ്? ഇസ്സാഖാർ. ഒരേ അമ്മമാരെയും അവരുടെ മക്കളെ ഓർത്തു നോക്കുക. ലേയ, ലേയയുടെ മക്കൾ, റാഹേലിന്റെ മക്കൾ, അങ്ങനെ ഓർത്തു നോക്കിയാലും കിട്ടും. ഓപ്ഷൻ സി ലേയ. ഓപ്ഷൻ സി ലേയ ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ സി ലേയ എന്ന് ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇസ്സാഖാറിന്റെ അമ്മ ലേയ ആണെന്നാണ് ജാക്കുലിൻ കരുതുന്നത്. ശരിയായിരിക്കാം. ഓക്കെ, ഓപ്ഷൻ സി ലേയ എന്ന ഉത്തരം ശരിയാണോ? അതും ശരിയാണ്. ഈ റൗണ്ടിലെ സേഫ് സോണിലേക്ക് പോകുന്ന ചോദ്യമാണ് അടുത്തത്. അതിനും കൂടി ഉത്തരം പറഞ്ഞാൽ സമ്മാനം കിട്ടും. ഓക്കെ, ഇതിനും കൂടി ഉത്തരം പറയും ഇല്ലേ? നല്ല ഇതിനപ്പുറം മുന്നിലേക്ക് പോകും. ഓക്കെ, ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യാം, മസിൽ പിടിച്ചിരിക്കണ്ട. ഓക്കെ, ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? ഇല്ല. ചിരി വരാത്ത അടുത്ത ചോദ്യം എന്താണെന്നുള്ളൊരു ആകാംക്ഷ നിൽക്കുന്നതുകൊണ്ടാണോ? തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടിയുണ്ടോ? തെറ്റിപ്പോയാൽ ഫ്രണ്ട്സ് എന്തോ പറയും, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അവസാനത്തെ ചോദ്യം ആദ്യത്തെ റൗണ്ടിലെ. വളരെ കഷ്ടവും മനോവസനവും ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള ഡാഷ് നിങ്ങൾ അറിയേണ്ടതിനത്രേ. ഓപ്ഷൻ എ സന്തോഷം, ഓപ്ഷൻ ബി വലിയ സ്നേഹം, ഓപ്ഷൻ സി വിശ്വാസം, ഓപ്ഷൻ ഡി വലിയ താല്പര്യം. ഓപ്ഷൻ ബി വലിയ സ്നേഹം. ഓപ്ഷൻ ബി വലിയ സ്നേഹം. ഓപ്ഷൻ ബി വലിയ സ്നേഹം. ഉത്തരം ഉറപ്പിക്കുക. അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു പൗലോസിന്? ഉറപ്പാ? സ്നേഹം കൊണ്ടാ അങ്ങനെ എഴുതിയത്? സ്നേഹമുള്ളവർ അങ്ങനെ എഴുതുവാവോ? താല്പര്യം കൊണ്ട് എങ്ങനെ എഴുതിയെങ്കിലേ ഉള്ളൂ. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി വലിയ സ്നേഹം എന്ന ഉത്തരം ശരിയാണോ? ഓക്കെ, ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 1000 രൂപയുടെ സേഫ് സോണിൽ ജാക്കലിൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ജാക്കലിൻ ഒരു സമ്മാനമായിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതെന്ന് ഉറപ്പിച്ചു. ഓക്കെ അല്ലേ? അപ്പോ ഇങ്ങനെ ബൈബിൾ ക്വിസ് മത്സരങ്ങൾ പങ്കെടുക്കാൻ ആരാണ് പ്രചോദനം? വീട്ടിൽ ആരെങ്കിലും മത്സരിക്കാറുണ്ടോ? അമ്മ, ചേച്ചി? വലുതായിട്ടില്ല. അവരാരും മത്സരിക്കാറില്ല? ചർച്ചിലും സെക്ഷനിലൊക്കെ മത്സരിക്കാറുണ്ട്. ആരാണ് ഒരു പ്രോത്സാഹനം തന്ന് വന്ന് മത്സരിക്കാൻ? ജോളി ആന്റി ആണ് എല്ലാത്തിന്റെ കാരണം അല്ലേ? അപ്പൊ ഇത് കഴിയുമ്പോൾ ഉത്തരം ശരിക്കും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ജോളി ആന്റിയോട് ചോദിച്ചാൽ മതി. ജോളി ആന്റിക്ക് നല്ല സമ്മാനമുണ്ട്. ഇന്ന് ജാക്കിളിന് ഉദ്ദേശിക്കുന്ന ഉത്തരം സമ്മാനം കിട്ടിയില്ലെങ്കിൽ ബാക്കി ജോളി ആന്റിയോട് മേടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിൽ 2 ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്നെങ്കിൽ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഏത് ചോദ്യമാണ് വേണ്ടത്? പഴയ നിയമം. ഓക്കെ, പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം. അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് യോസേഫിനെ കുറിച്ച് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ രൂബേൻ, ഓപ്ഷൻ ബി യഹൂദ, ഓപ്ഷൻ സി ശിമയോൻ, ഓപ്ഷൻ ഡി ലേവി. ആരാണെന്ന് പറഞ്ഞു? ഓപ്ഷൻ എ രൂബേൻ. ഓപ്ഷൻ എ രൂബേൻ. ഇവനാണോ അങ്ങനെ പറഞ്ഞത്? ഇവരിൽ എല്ലാവരുടെയും സഹോദരനാണ്. പക്ഷെ ആരായിരിക്കാം അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ രൂബേൻ. ഓപ്ഷൻ എ രൂബേൻ. മാറി ചിന്തിക്കുന്നില്ല? ഇല്ല, അവിടെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇല്ല, സേഫ് സോണിൽ നിൽക്കുകയാണ്. ഉത്തരം തെറ്റിപ്പോയാ പോയി. വേണമെങ്കിൽ മാറ്റി ചിന്തിക്കാം. ആരായിരിക്കും അങ്ങനെ പറഞ്ഞത്? വേറെ ആരെങ്കിലും പറഞ്ഞു കാണൂ? ഓപ്ഷൻ ബി യഹൂദ. ഓപ്ഷൻ ബി യഹൂദ. രൂപം വേണ്ട, യഹൂദ മതി. മതി. ഓക്കെ, പോവാം. ഓക്കെ, ഓപ്ഷൻ ബി യഹൂദ ഉറപ്പിക്കാം. ഇനി രൂപേനായിരുന്നെങ്കിൽ ശരിയെങ്കിൽ കുഴപ്പമാവുമോ? അതെന്താ രൂപേനിൽ ഉറപ്പിച്ച് പറയാനുള്ള കാരണം? അങ്ങനെ വായിച്ചതായിട്ട് ഓർമ്മ വന്നോ? നമുക്ക് നോക്കാം രൂപേനാണോ യഹൂദയാണോ. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി യഹൂദയാണോ? യഹൂദയാണ് ഉത്തരം, രൂപേനല്ല. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ആലോചിക്കുക. ഇനി ഒരു ഓപ്ഷനും കൂടെ തരുന്നതേ ഒരു ഉത്തരം അറിയില്ല, ഭയങ്കര ഡൗട്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? ക്വിറ്റ് ചെയ്യാം, മത്സരം അവസാനിപ്പിക്കാം.
ഇപ്പം തരക്കേടില്ലാത്തൊരു സമ്മാനമുണ്ട്. ഒരു സമ്മാനം ഇല്ലാതല്ല, ഞാൻ പോയി മത്സരിച്ചിട്ട് എനിക്ക് സമ്മാനം കിട്ടി, സമ്മാനം കിട്ടാതിരുന്നിട്ടില്ല. അപ്പം നമുക്ക് ചോദ്യം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഇവിടെ വരെ 14 വയസ്സുള്ളൊരു പെൺകുട്ടി വന്നു, പഠിക്കാൻ പോകുന്ന കുട്ടിയാണ്, സ്റ്റഡി ലീവിൻ്റെ ടൈമാണ്, അതിനിടയ്ക്ക് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതിനിടയ്ക്ക് അത് വായിച്ചു, ഇവിടെ വരെ വന്നു പങ്കെടുത്തു. അത് തന്നെ വലിയ കാര്യം, അത് തന്നെ ജാക്ലിൻ മിടുക്കിയാണ്. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ട് ട്രൈ ചെയ്ത് ഇവിടെ വന്നത്. അപ്പം അത് തന്നെ വലിയ കാര്യം. അറിയത്തില്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സ്വാഭാവികം. അത് ഈ പഠിക്കുന്നതിനിടയിൽ ഇതുകൂടെ വായിച്ച് അത്രയും ഹൃദയസ്ഥമാക്കുന്ന ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവസാനിപ്പിക്കാനുള്ള, അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. തീ അയക്കും എന്ന് യഹോവ പറഞ്ഞിരിക്കുന്ന ദേശം ഏത്? ഓപ്ഷൻ എ മോവാബ്, ഓപ്ഷൻ ബി ഗിലെയാദ്, ഓപ്ഷൻ സി കർമേൽ, ഓപ്ഷൻ ഡി ദമ്മശേക്ക്. എങ്ങോട്ട് തീ അയക്കും എന്നാണ് യഹോവ പറഞ്ഞത്? ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സമ്മാനത്തുകയിൽ നിന്ന് പഴയ സേഫ് സോണിലേക്ക് മടങ്ങി പോകേണ്ടി വന്നേക്കാം. ചിന്തിക്കാം. ഓപ്ഷൻ ബി ഗിലെയാദ്. ഓപ്ഷൻ ബി ഗിലെയാദുമായിട്ട് മുന്നോട്ട് പോകണോ? ഉറപ്പല്ലെങ്കിൽ ഒരു ഉത്തരം വേണ്ട. ഉറപ്പല്ല, കറക്കി കുത്തിയതാന്നോ? ചെറിയൊരു ഓർമ്മ, ട്രൈ ചെയ്തതാ? ചെറിയൊരു ഓർമ്മ. ചെറിയൊരു ഉറപ്പായിട്ട് മുന്നോട്ട് പോകല്ലേ, ചെറിയൊരു ഉറപ്പായിട്ട് മുന്നോട്ട് പോകല്ലേ. ചെറിയൊരു ഉറപ്പായിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ക്വിറ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറയും. ദമ്മശേക്ക്. ഇനി ഓപ്ഷൻ തന്നാൽ ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കുന്നതായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനത് നിർബന്ധിച്ചതല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ജാക്കുലിന്റെ ആ പരിശ്രമത്തെ ഞങ്ങൾ നിശ്ചയമായിട്ടും അഭിനന്ദിക്കും. വായിച്ച് ആദ്യത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുമ്പോൾ ജാക്കുലിന്റെ കോൺഫിഡൻസ് കൃത്യമായിട്ടും നിരന്തരമായ ആളുകളെ ചോദ്യം ചോദിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായി. നന്നായി വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഉത്തരം വളരെ മനോഹരമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നപ്പോഴാണ് ജാക്കുലിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത് പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ അത് ഇത്രയും പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുക വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? സത്യമാണ്. മാത്സ് മനസ്സിലാവുന്നുണ്ടോ? മാത്സിന് നല്ല മാർക്കുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് മാത്സിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാണ് ബൈബിൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സെമിനാരിൽ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് സെമിനാരിൽ പോയി ഒന്നും പഠിക്കണ്ട, ബൈബിൾ പഠിക്കാൻ പോയില്ല, ഒരു കാര്യം പഠിക്കണമെന്ന് ഓർത്ത പോയത്. പക്ഷെ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് സെമിനാരിയിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ബൈബിൾ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചുകൂടെ മനസ്സിൽ വെക്കുക. ദൈവം അങ്ങനെ ഒരു കൃപ ജാക്കുലിന് തന്നു. അപ്പം ഏതായാലും ഇവിടെ കൊണ്ട് നമ്മൾ ഈ മത്സരം ക്വിറ്റ് ചെയ്യുകയാണ്. അപ്പം ആ ഉത്തരം പറയാൻ ഒരുപാട് പരിശ്രമം വരുന്നതുകൊണ്ടാണ് നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് അവസാനിപ്പിച്ചു. ഇനി ജാക്കലിന്റെ മനസ്സിലുള്ള ആ ഉറപ്പായ ഉത്തരം ഏതാണ്? ജാക്കൽ പറയാൻ വെച്ചിരുന്ന ഉറപ്പായി എനിക്കിതാണ് ഉറപ്പ്, ഏതാണത്? ഇനി ഫ്രീ ആയിട്ട് പറയാം. മോവാബ് പറഞ്ഞു നോക്കുക. ഏതെങ്കിലും ആട്ടല്ലേ, മോവാബെങ്കിൽ മോവാബ്, നമുക്ക് നോക്കാം. ഏതായാലും മത്സരം അവസാനിച്ചതാ കേട്ടോ. നമ്മളൊരു ഓപ്ഷൻ മുമ്പിലേക്ക് തരുന്നേ ഉള്ളൂ. മോവാബ് ആണോ നമുക്ക് നോക്കാം. ഇതിപ്പം വേഗമായിട്ട് പറഞ്ഞതല്ലേ, നോക്കാം. മോവാബ്, ആ ഉത്തരം ശരിയാണോ? മോവാബായിരുന്നു ശരി ഉത്തരം. പക്ഷെ ആദ്യം നമ്മൾ ഗിലെയാദിലും ദമ്മശേക്കിലും ഒക്കെ പോയി. അതുകൊണ്ടാണ് പിന്നെ ഈ സൈഡിൽ നിന്നുകൊണ്ട്, ഈ സൈഡിലായിരുന്നേ ഞാൻ പിന്നെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ചാൽ ഈ സൈഡിലേക്ക് വരാൻ. ഏതായാലും ഞങ്ങളുടെ ബൈബിൾ ബ്രെയിൻസ് ഫാമിലി ജാക്കലിന് എല്ലാ അഭിനന്ദനങ്ങളും. ഈ പ്രായത്തിൽ ഇങ്ങനെ ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒക്കെ കാണിച്ച താല്പര്യത്തിന് എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ കടന്നു വരാൻ അവസരം ഉണ്ടാകട്ടെ. ജാക്കലിൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നേനെ. പക്ഷേ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ അവരുടെ എക്സാമിൻ്റെ ടൈമൊക്കെയാണ്. അതിൻ്റെതായ പരിമിതികൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. എന്നാൽ ആ പരിമിതിയുടെ നടുവിൽ ആ പരിശ്രമം കുഞ്ഞുങ്ങൾ ചെയ്തതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വചനം വായിക്കാനും
പഠിപ്പിക്കാനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അവരും വരുന്ന നാളുകളിൽ ഇങ്ങനെയുള്ള വേദികൾ തിരഞ്ഞെടുക്കട്ടെ. കർത്താവിൻ്റെ വഴിയിൽ അവരും നടക്കട്ടെ. അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.